ഹായ് ഫ്രണ്ട്സ്, 90s കാസറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വിശദീകരിക്കാൻ പോകുന്ന സിനിമയും കാസറ്റും ജോണി വാക്കർ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. 1992 ഏപ്രിലായിരുന്നു ഈ ചിത്രത്തിൻ്റെ റിലീസ്. ഈ ചിത്രത്തിൽ മമ്മൂക്കയും രഞ്ജിതയും ആയിരുന്നു നായകൻ നായികമാരായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. പോരാത്തതിന് കുറച്ച് പുതുമുഖങ്ങളും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ഭരതൻ സിനിമകളിൽ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തിരുന്ന ശ്രീമാൻ ജയരാജാണ്. ജയരാജിൻ്റെ ആദ്യത്തെ ചിത്രം വിദ്യാരംഭമായിരുന്നു. വിദ്യാരംഭം കഴിഞ്ഞിട്ട് പിന്നെ ആകാശക്കോട്ടയിലെ സുൽത്താൻ, ഇത് രണ്ടും കഴിഞ്ഞിട്ടുള്ളൊരു ചിത്രമായിരുന്നു ഈ ജോണി വാക്കർ. ജോണി വാക്കറിനെ കുറിച്ച് പറയുമ്പോൾ ജയരാജിൻ്റെ മറ്റ് രണ്ട് സിനിമകളിൽ നിന്നുള്ള വ്യത്യസ്തത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു മേക്കിംഗ് ആയിരുന്നു. കാര്യം നേരത്തെ ചെയ്ത സിനിമകളിൽ നിന്നും ഭയങ്കര വ്യത്യാസമായിട്ട് അത്രത്തോളം സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു മേക്കിംഗ് ആയിരുന്നു. മമ്മൂക്കയുടെ തന്നെ ഏറ്റവും വളരെ മനോഹരമായ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരുന്നു ഈ ചിത്രത്തിൽ ജയരാജ് മമ്മൂക്കയ്ക്ക് നൽകിയിരുന്നത്. ആ ചിത്രം കണ്ടവർക്ക് അത് മനസ്സിലാകും, ആ ചിത്രത്തിൻ്റെ മേക്കിങ്ങിനെ കുറിച്ച്. ചിത്രത്തിൻ്റെ കഥയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ കഥാപാത്രം അനിയൻ പഠിക്കുന്ന കോളേജിലേക്ക് പഠിക്കാൻ വരുന്നത് വളരെ രസകരമായി കോളേജ് പശ്ചാത്തലമെല്ലാം ചിത്രീകരിച്ചു പോകുന്ന ഒരു സിനിമയാണ്. പിന്നെ അതിലെ മറ്റു പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതും എന്തായാലും അതിൻ്റെ ഒരു ക്ലൈമാക്സ് അത്ര സുഖകരമല്ലായിരുന്നു. അത് അന്നൊരു വളരെ പരാതിക്കൊക്കെ ഇടവന്നൊരു സംഭവമാണ്. അതിലൊരു ട്രാജഡി ആയിരുന്നു ക്ലൈമാക്സ്. എങ്കിലും അതിലെ പാട്ടുകൾ വളരെ മനോഹരമായിരുന്നു. അതിലെ ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് നമ്മിൽ നിന്നും വിട പറഞ്ഞ ശ്രീമാൻ ഗിരീഷ് പുത്തഞ്ചേരി സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ തൂലികയിൽ പിറന്ന ഗാനങ്ങൾക്ക് സംഗീതം പകർന്നത് ഈ അടുത്ത കാലത്ത് മൺമറഞ്ഞ പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കടേഷ് സാർ. SP വെങ്കടേഷ് സാറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. 1990-കളിലെ ഗാനങ്ങളെക്കുറിച്ച് ഓർമ്മയുള്ളവർക്ക് എന്തായാലും SP വെങ്കടേഷ് സാറിനെ മറക്കാനിടയില്ല. ഇന്നും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ചാനലുകളായാലും മറ്റു മീഡിയത്തിലായാലും ഒരുപാട് ഗാനങ്ങൾ ഇന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി ഓർമ്മപ്പൂക്കൾ അർപ്പിക്കുകയാണ്. എന്തായാലും അദ്ദേഹം ഈണം പകർന്ന ഗാനങ്ങൾ ഈ ചിത്രത്തിൽ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുള്ളതാണ്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ മനോഹരമായ ഗാനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇതിലെ ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇതിലെ ഗാനങ്ങൾ റിലീസായത് നിസരി ഓഡിയോസ് വഴിയാണ്. ഇതിലെ ആദ്യ ഗാനം ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുപോകാന്നുള്ളതാണ്. ഈ ഗാനം കേൾക്കാത്ത മലയാളികളാരും ഉണ്ടാവില്ല. പോരാത്തതിന് പുതുതലമുറയ്ക്ക് ഈ ഗാനം വളരെയേറെ പരിചിതമായിരിക്കും. കാര്യം ഈ തുടരും സിനിമയ്ക്കകത്ത് നമ്മുടെ പ്രകാശ് വർമ്മയുടെ ക്യാരക്ടർ ജോർജ് സാർ ഈ പാട്ടൊക്കെ വെച്ച് കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ കുറച്ച് നമ്പറുകളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഈ ഗാനം അത്ര ഫേമസ് ആണ് അന്നും ഇപ്പോൾ ഇന്നും. നമുക്ക് ആ ഗാനത്തിലേക്ക് ഒന്ന് പോവാം. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ചിത്രത്തിൽ 1-2 പേരെ കൂടെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അതൊരു നീതികേടാവും. മമ്മൂക്കയുടെ അനിയൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ജീത് ഉപേന്ദ്ര എന്ന് പറയുന്ന ഒരു ഹിന്ദി നടനാണ്. അദ്ദേഹത്തെ പിന്നെ മലയാള സിനിമ എന്തായാലും കണ്ടിട്ടില്ല, എന്ത് സംഭവിച്ചത് നമുക്കറിയില്ല അതിനെക്കുറിച്ച്. പിന്നെ മമ്മൂട്ടിയുമായി ഇമോഷണലി കണക്റ്റ് ആവുന്ന അതിനകത്തൊരു ക്യാരക്ടർ ഉണ്ട്, കുട്ടപ്പായി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ജോണി വാക്കർ കണ്ടവർ എന്തായാലും കുട്ടപ്പായിയെ മറക്കാൻ ചാൻസ് ഇല്ല. കുട്ടപ്പായിയുടെ ക്യാരക്ടർ ചെയ്ത് തമിഴിലെ ഒരു ബാലനടനായ നീലകണ്ഠൻ നടരാജ് എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. അവൻ്റെ പെർഫോമൻസ് അതിൽ വളരെ മനോഹരമായിരുന്നു. അത് കണ്ടിട്ടുള്ളവർക്ക് അത് എന്തായാലും മനസ്സിലാവും. ഇനി എടുത്തു പറയേണ്ട ഒരു വ്യക്തി ചിത്രത്തിലെ വില്ലനാണ്. വില്ലൻ റോൾ ചെയ്തത് ഹിന്ദിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണെന്നാണ് എൻ്റെ അറിവ്. കമൽ ഗൗർ എന്ന് പറയുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലെ പേര് വന്നിട്ട് സ്വാമി എന്നായിരുന്നു. എന്തായാലും സ്വാമിയുടെ കയ്യിലിരിപ്പ് അത്ര വെടിപ്പല്ലാത്തത് കൊണ്ട് ആ സ്വാമി എന്നുള്ള പേരിൽ വില്ലനായിട്ടായിരുന്നു അദ്ദേഹത്തിന് അഭിനയിക്കേണ്ടി വന്നത്. വില്ലൻ ക്യാരക്ടർ അദ്ദേഹം വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. വില്ലനെ കുറിച്ച് പറയുമ്പോൾ ഇനി അതിനകത്ത് ഒന്നുകൂടി പറയേണ്ട ഒരു കാര്യമുണ്ട്. വില്ലനെ കാണിക്കാൻ സമയത്ത് SP വെങ്കടേഷ് സാർ ഒരു BGM അങ്ങോട്ടിടും. സിനിമയിൽ നമ്മളെല്ലാം ശരിക്കും രോമാഞ്ചം കൊണ്ടൊരു സംഭവമാണത്. ആ വില്ലൻ്റെ കാറ് കാണിക്കുന്നു, ഉടനെ ഒരു BGM വരുന്നു. ആ BGM കാണാൻ വേണ്ടി മാത്രം ശരിക്കും തിയേറ്ററുകളിൽ 2-3 തവണ സിനിമ കണ്ട ആൾക്കാർ ആ സമയത്തുണ്ട്. ആ BGMലേക്ക് നമുക്കൊന്ന് പോകാം. ആ BGM ഒന്ന് കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. ഇതിലെ അടുത്ത ഗാനം കോളേജ് പശ്ചാത്തലമാക്കി
അത്രത്തോളം ഭംഗിയിൽ ചിത്രീകരിച്ചൊരു ഗാനമാണ് മിന്നും പളുങ്കുകൾ. അത് കാണാത്തവരുണ്ടെങ്കിൽ, ഈ തലമുറയിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറി നോക്കിയാൽ അതിൻ്റെ ആ ഒരു മേക്കിംഗ് ലെവൽ എന്താണെന്ന് മനസ്സിലാവും. ആ ഗാനം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. മിന്നും പളുങ്കുകൾ. മൂന്നാമതായി വരുന്ന ഗാനം ചാഞ്ചക്കം തെന്നിയും എന്ന സോങ്ങാണ്. ദാസേട്ടനാണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. അത് വളരെ മനോഹരമായ ഒരു ഗാനമാണ്. അത് നമുക്ക് അതൊന്ന് കേട്ടു പോകാം. ചാഞ്ചക്കം തെന്നിയും താളത്തിൽ ചിന്നിയും ആകാശത്താലം. ഇനി വരുന്നൊരു ഗാനം ഈ ചിത്രത്തിൽ ഒരു ഫീമെയിൽ സോങ്ങാണ്. എസ് ജാനകി അമ്മ പാടിയ ചെമ്മാന പൂമഞ്ചിൻ മേലെ എന്നുള്ള പാട്ടാണ്. വളരെ മനോഹരമായ ഒരു ഗാനമാണ് അത്. ഇനി വരുന്നത് ആ ഗസൽ അവസാന ഗാനമാണ്. പൂമാരിൽ, അങ്ങനെ തുടങ്ങുന്ന ഒരു ഗാനമാണ്. അപ്പോൾ ഈ ചിത്രത്തെയും ഈ ചിത്രത്തിലെ ഗാനങ്ങളെയും കുറിച്ചുള്ള ഒരു വിവരണം ഇവിടെ കഴിയുകയാണ്. ഒരു കമന്റിൽ നിന്നുമാണ് ഈ ഒരു സിനിമയിലെ ഗാനങ്ങൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.